നടൻ അനൂപ് സംസാരിക്കുകയാണ്. അത് താല്പര്യം പിന്മാറാം, മത്സരിക്കേണ്ടവർക്ക് മത്സരിക്കാം. എനിക്കറിയില്ല, വ്യക്തിപരമായിരിക്കും അദ്ദേഹത്തിന് ആരോപണങ്ങളല്ല ഞാൻ പങ്കുവെച്ചത്. അസോസിയേഷനിൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഞാനത് പങ്കുവെച്ചത്. അത് വ്യക്തിപരമായ കാര്യമാണ്. ആയിക്കോട്ടെ, എനിക്കും അമ്മയൊക്കെ ഉണ്ട്. അല്ല, സിൽബന്തി എന്നൊക്കെ പറഞ്ഞ സുഹൃത്ത്, അടുത്ത ആള് എന്നൊക്കെ അതിനർത്ഥമുള്ളൂ. അതൊരു കോമൺ കൊളോക്കിയൽ വേർഡാണ്. അല്ലാതെ അതിനപ്പുറത്ത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. എല്ലാം മിനിച്ച് ഇപ്പൊ ട്രഷററുടെ സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത്. കുറെ എന്നെക്കാളും മൂത്തവരുണ്ടല്ലോ, കൊള്ളാവുന്നവരും ഉണ്ടല്ലോ. ഒന്നോ രണ്ടോ മൂന്നോ നാലോ എത്ര വനിത വരുമെന്നല്ല. അതെ, അത് ട്രഷററായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കാര്യം ഈ എന്താ പറയുക, ധനം കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളതാണ്. അതിന് ധനപരമായ വിനിയോഗത്തിന് ഒരു അച്ചടക്കം ഉണ്ടാക്കും. ഇന്നലെ ദേവൻ പറഞ്ഞിരുന്നു ഇവിടെ കുറെ സാമ്പത്തിക തിരിവുകൾ നടന്നു, പല അംഗങ്ങളും പരാതി പറഞ്ഞു വന്നപ്പോൾ ദേവൻ പറഞ്ഞത് താൻ പ്രസിഡന്റായി വരികയാണെങ്കിൽ ഇതെല്ലാം അന്വേഷിക്കുമെന്നാണ് ദേവൻ പറഞ്ഞത്. അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് എന്തായാലും ഇപ്പം പുതിയ കമ്മിറ്റി അധികാരത്തിൽ വരികയാണെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു ഓഡിറ്റൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓഡിറ്റൊക്കെ ഉണ്ടാക്കി അതിനകത്ത് എന്തെങ്കിലും തിരിമറികൾ വന്നിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട എല്ലാവരും എന്തായാലും ഓഡിറ്റ് വരുമല്ലോ. അപ്പോൾ എന്തായാലും ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഓഡിറ്റ് കഴിഞ്ഞതിന് ശേഷം ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും നിങ്ങളെ അറിയിക്കും. നിങ്ങളെ ഞങ്ങൾ വിളിച്ചു വരുത്തി ഞങ്ങളെന്തായാലും നിങ്ങളോട് പറയുന്നതായിരിക്കും. ഓക്കെ, ബൈ. അനൂപ് ചന്ദ്രൻ സംസാരിക്കുകയായിരുന്നു. അൻസിബ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു സാഹചര്യത്തിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വിവിധ വിഷയങ്ങളുള്ള പ്രതികരണമായിരുന്നു കേട്ടത്.